ഹലോ എവ്രി വൺ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് പാസ്ത കൊണ്ടുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ക്രീമി മിൽക്കി പാസ്ത. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കിതിലേക്ക് കിടക്കാം. വെൽക്കം ടു വേൾഡ് ഓഫ് സെറാസ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാസ്ത എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് പാസ്ത എടുത്തിരിക്കുന്നത്. ബാക്കി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് സവോള, ഒരു ചെറിയൊരു തക്കാളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ്. അതോടൊപ്പം നമുക്ക് വേണ്ടത് 1 കപ്പ് പാലും 1 കപ്പ് മൈദയും. ആ പാലെടുത്തിരിക്കുന്ന കപ്പിൻ്റെ അളവിലാണ് ഞാൻ മൈദ എടുത്തിരിക്കുന്നത്. നമുക്ക് എന്നിട്ട് ഇതുപോലെ ഒരു പാൻ എടുത്ത് വെക്കാം. ആ പാനിലേക്ക് പാസ്ത തിളയ്ക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത പാസ്ത എത്രയാണോ അതനുസരിച്ച് വെള്ളം വെക്കണം. എന്നിട്ട് ആ വെള്ളം നന്നായി തിളച്ച് വരുന്ന അതിലേക്ക് വേണം പാസ്ത ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് ആ പാസ്ത ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാം. ഇനി ആ പാസ്ത ഒന്ന് വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ പാസ്ത വേവിക്കാൻ വെക്കുമ്പോൾ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്ത് വേണം കേട്ടോ വേവിക്കാൻ. അപ്പം നമ്മുടെ പാസ്ത നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെള്ളം കളഞ്ഞ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പാനും വീണ്ടും അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ അടുത്ത് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യാണ് ഉപയോഗിച്ചത്. ശരിക്കും ബട്ടർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നെയ്യ് ഉപയോഗിച്ചാൽ അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റ്, സവോള, തക്കാളി, വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് മാറ്റി വെക്കാം. നമ്മുടെ പച്ചക്കറി വഴറ്റി മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് 1 കപ്പ് മൈദ കുറച്ച് ബട്ടറിൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുക്കുമ്പോൾ ഇതാ ഇങ്ങനെ നന്നായിട്ടതൊരു ഫ്രൈ രൂപത്തിൽ, ക്രിസ്പി രൂപത്തിലായി വരും. പിന്നീട് അത് ചൂടായി വരുമ്പോൾ അതൊരു ബ്രൗണിഷ് കളറിലേക്ക് മാറും. നമ്മുടെ മൈദ ഇതുപോലെ നല്ല ഒരു ബ്രൗണിഷ് കളറിലായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാല് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പാല് നന്നായിട്ട് ഈ മൈദയായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് എടുത്തിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു കട്ട പിടിക്കുന്നുണ്ടെന്ന് തോന്നി ഒരു ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അടി പിടിക്കാതെ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് നിങ്ങൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പം ഇങ്ങനെ ഒരു ക്രീമി പരുവത്തിലാകുന്ന വരെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നിങ്ങളിത് നന്നായിട്ട് ഇളക്കാൻ, അല്ലെങ്കിൽ അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം ഇത് നല്ലൊരു ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വഴറ്റി വെച്ച തക്കാളി, ക്യാരറ്റ്, സവോള, വെളുത്തുള്ളി, പിന്നെ അതുപോലെ നമ്മുടെ വേവിച്ച് വെച്ച പാസ്തയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ വഴറ്റി വെച്ച മൈദയും പാലും കൂടിയുള്ള ആ മിക്സ്ചറും ഈ പാസ്തയും വെജിറ്റബിൾസും ഒക്കെ കൂടെ നന്നായി മിക്സ് ചെയ്യുന്ന പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ വേണം കേട്ടോ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ അടി പിടിക്കും, നമ്മുടെ ആ ക്രീമി മിക്സ്ചർ അടി പിടിക്കും. ഇപ്പം ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് നമ്മുടെ വത്തലമുളകൊന്ന് ഇടിച്ച് പൊടിച്ചതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിട്ട കുരുമുളകിൻ്റെ പൊടിയും വത്തലമുളകിൻ്റെ ആ ഒരു ഇതൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അന്നേരം ഈ ഒരു ക്രീമി എഫക്റ്റിൻ്റെ കൂടെ ഒരു ഇത്തിരി എല്ലും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പം നന്നായി ഒന്ന് ഇളക്കി ഇതൊരു തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ചെറിയൊരു എരിവും ചെറിയൊരു മധുരവും ഒക്കെ കൂടെ ആയിട്ട് നമ്മുടെ ക്രീമി മിൽക്കി പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. സോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.